ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. യേശുവിൻ്റെ ആദ്യത്തെ പ്രബോധനം അങ്ങനെയായിരുന്നു. ദൈവരാജ്യം സമീപിച്ചു, അത് യേശു വന്നു കഴിഞ്ഞു നിങ്ങളുടെ ഇടയിൽ. അതുകൊണ്ട് മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ. ആ യേശു ശിഷ്യന്മാരോട് അങ്ങനെ ദൈവരാജ്യത്തിൽ വിശ്വസിച്ച് സുവിശേഷ വേലയ്ക്കിറങ്ങിയ, വചനം പറയാൻ ഇറങ്ങിയ ശിഷ്യന്മാരോട് യേശു അവരന്ന് വരെ ചിന്തിക്കാത്ത വിധത്തിൽ ഒരു പൊരുൾ പറഞ്ഞു. ദൈവരാജ്യത്തിൽ വലിയവരും ചെറിയവരും ഉണ്ടാവാം. വലിയവരുണ്ട്, ചെറിയവരുണ്ട്. എന്നാൽ നിങ്ങൾ അറിയണം, ദൈവവേലക്കാരെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ വലുതും ചെറുതും എന്ന് പറഞ്ഞ അത്യുന്നതനായ ദൈവത്തിന്റെ ആ ശക്തിയേറിയ പൊരുളിൽ നിന്നും മറ്റൊന്നിൽ പിടിച്ചാൽ മാത്രമേ ദൈവരാജ്യത്തിൽ കയറാൻ പറ്റത്തുള്ളൂ. എന്താണ് വലുതും ചെറുതും? എന്താണ് വലുതും ചെറുതും? എന്താണ് വലിയവർ ചെറിയവർ എന്ന് പറയുന്നത്? എന്താണ്? ഇങ്ങനെ പറയുവാണ്, വചനം തെറ്റു കൂടാതെ ശരിയായ അർത്ഥത്തിൽ, ദൈവം ഉദ്ദേശിച്ച അർത്ഥത്തിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയെ വലിയവനെന്ന് വിളിക്കും. സ്വർഗരാജ്യത്തിൽ അത് വലിയവനാ. ഹല്ലേലൂയ. ദൈവം ഉദ്ദേശിച്ച തലത്തിൽ തന്നെ പഠിപ്പിക്കുന്നവരായിരിക്കണം. നമുക്കറിയാം, ഓരോ രാജ്യക്കാർ ഭരണം ഏറ്റു ലോകത്തെ കീഴടക്കി വന്നപ്പോൾ പിന്നെ അവരുടെ കൾച്ചർ അനുസരിച്ചൊക്കെ വചനത്തെ മാറ്റി ഉടച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട പല വചനങ്ങളും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മാറി. ഇന്ന് 2000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ കിട്ടിയിരിക്കുന്ന കർത്താവിൻ്റെ അല്പം വചനങ്ങൾ, അതും അവൻ്റെ ഫുൾ കാര്യങ്ങൾ എഴുതിയാൽ ഈ ലോകത്തിലെ ഒരു പേപ്പറിനും തികയത്തില്ല. അവൻ്റെ അല്പം മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലും തെറ്റായി പഠിപ്പിക്കുന്ന ഒരു സമൂഹ മധ്യയിലാണ് നമ്മൾ ജനിച്ചു വളർന്നത്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളെ ദൈവം വിളിച്ചിറക്കിയത് തെറ്റുകൂടാതെ പഠിപ്പിക്കുന്നവരാകാനാണ്. തെറ്റുകൂടാതെ പഠിപ്പിച്ചുകൊണ്ട് എന്താണ് നിങ്ങളുടെ നേട്ടം? നിങ്ങൾ സ്വർഗരാജ്യത്തിൽ വലിയവരായിരിക്കും. സ്വർഗം നിങ്ങളെ വലിയവനായി കാണാം. വലിയവരെന്ന് എണ്ണപ്പെട്ടിരിക്കുന്ന പൂർവ്വ പിതാക്കന്മാരുണ്ട്. വലിയവരായി എണ്ണപ്പെടുന്നവരാണ് അവർ. അവരോടൊത്ത് അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ ദൈവം നിങ്ങളെ വലിയവരായി സ്വർഗരാജ്യത്തിൽ തെറ്റുകൂടാതെ പഠിപ്പിക്കാനുള്ള ഒരു കൃപ ഇറങ്ങി വരട്ടെ. തെറ്റുകൂടി പഠിപ്പിക്കുകയാണെങ്കിൽ, പഠിപ്പിക്കുന്നതിൽ തെറ്റു വന്നാൽ നിങ്ങളെ സ്വർഗത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കാം. കാരണം ദൈവത്തിന്റെ മനസ്സ് നിങ്ങൾ കണ്ടില്ല, ദൈവത്തിന്റെ ഹൃദയം നിങ്ങൾ ചിന്തിച്ചില്ല, ദൈവത്തെ നിങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചില്ല. അത് കാരണമാണ് യേശു അത് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി യേശു മറ്റൊരു കാര്യം, ഈ പഠിപ്പിച്ചതിൽ നിന്ന് മറ്റൊരു കാര്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ പോകുകയാണ്. എല്ലാ ദൈവദാസന്മാരും കേട്ടോ, മറ്റൊരു കാര്യം വെളിപ്പെടുത്തി തരാൻ പോകുകയാണ് യേശു. നിങ്ങൾക്ക് മറ്റൊരു കാര്യം, നീ തെറ്റു കൂടിയോ തെറ്റു കൂടാതെയോ പഠിപ്പിച്ചു എന്നത് ഇനി യേശു നോക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ തെറ്റു കൂടി പഠിപ്പിക്കാനല്ല, ഈ കൃപ അവിടെ ഉണ്ട്. പക്ഷെ അതിനേക്കാളും യേശു തൻ്റെ ശിഷ്യരെ നോക്കുന്നത് മറ്റൊരു കാര്യമാണ് നോക്കുന്നത്. നീ തെറ്റുകൂടാതെ പഠിപ്പിക്കുന്ന വ്യക്തിയാണ്, പക്ഷെ എങ്കിൽ പോലും നിനക്ക് യേശു ഉദ്ദേശിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അടുക്കൽ ഇരിക്കണമെങ്കിൽ നീ മറ്റൊരു കാര്യം ചെയ്യണം. അതാണ് ഇന്ന് രാത്രി ഈ 2023 അവസാനം നിങ്ങൾ കേൾക്കാൻ പോകുന്ന കോർഡിനേറ്റേഴ്സ്, ലീഡേഴ്സിന് വേണ്ടി മാത്രം നടത്തുന്ന ഈ ക്യാമ്പിൽ നിങ്ങൾ കേൾക്കുന്ന ഇത് ശ്രദ്ധിക്കുക. എന്താണെന്നറിയോ? തെറ്റ് കൂടാതെ പഠിപ്പിക്കുന്ന ഫരിസേയനും നിയമജ്ഞരുമുണ്ട്. പക്ഷെ അവർക്ക് പഠിപ്പീര് മാത്രമേ ഉള്ളൂ, നീതിയില്ല, നീതി പ്രവർത്തിയില്ല. യേശു തൻ്റെ ശിഷ്യരോട് പറയുക, നീ അവർ ചെയ്യുന്ന നീതിയെ നിന്റെ നീതി കൊണ്ട് അവരെ അതിശയിപ്പിക്കണം.
എങ്കിൽ ദൈവരാജ്യം നിനക്ക് കിട്ടും. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിൽ ഇനി നീ അവർ ചെയ്ത പരിസയന്മാർ ചെയ്യുന്ന നീതി പ്രവൃത്തിയുണ്ട്, പരിസയന്മാർ ചെയ്യുന്നതുണ്ട്. അതിനെ നിനക്ക് അതിശയിപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിൽ യേശു പറയുക, വചനപ്രഘോഷകരോട് പറയുക, നീ സ്വർഗരാജ്യത്തിൽ കയറുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ വായിക്കേണ്ട വചനം കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ വായിക്കുക. വചനം വായിക്കേണ്ടത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്. നിങ്ങൾ വായിക്കേണ്ട വചനം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. നിങ്ങളത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുക. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. അടുത്ത വായിച്ചോ. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതാ പറയുന്നത്. വചനം, ദൈവമക്കളെ, നമ്മൾ വചനത്തിൽ അങ്ങനെയുണ്ട്, വചനത്തിൽ ഇങ്ങനെയുണ്ട്, അതുകൊണ്ട് അങ്ങനെയാണ്, അതുകൊണ്ട് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രിൻസിപ്പിൾ പറയുമ്പോൾ നമ്മളൊരു കാര്യം മറന്നു പോകരുത്. ആ പ്രിൻസിപ്പിൾ കൊണ്ടോ ആ വചനം അങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തർക്കിക്കുമ്പോഴോ ദൈവരാജ്യത്തിൻ്റെ വാതിക്കലെത്താൻ നിനക്ക് പറ്റത്തില്ല. എത്തണമെങ്കിൽ ഫരിസേയൻ ചെയ്ത നീതി പ്രവൃത്തിയേക്കാൾ വലുത്, അവൻ അതിശയിക്കുന്ന നീതി നീ ക്രിസ്തുവിൻ്റെ സന്തതിയായി നീ ചെയ്യണം. എന്നാൽ മാത്രമേ നീ ദൈവരാജ്യത്തിൽ കയറത്തുള്ളൂ. മനസ്സിലാവുന്നവർ ഹല്ലേലൂയ പറയാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ നിങ്ങൾക്ക്? അതിലേ ഇനി സ്വർഗരാജ്യം നിനക്ക് കിട്ടത്തുള്ളൂ. യേശു ഇവിടെ വ്യക്തമായി പറയുക, നീ കയറത്തില്ലെന്ന് പറയുക. നിന്നെ കയറ്റത്തില്ലെന്ന് പറയുന്നവൻ കർത്താവാണ്. നിന്നെ കയറ്റത്തില്ലെന്ന് പറയുന്നത്, നീ വചനം പഠിപ്പിക്കാൻ ഞാൻ നിന്നെ വചനത്തിൽ പറയാനുള്ള കൃപ നൽകി, ഞാൻ നിനക്ക് ദർശനം പറയാനുള്ള കൃപ നൽകി, ഞാൻ നിനക്ക് ഭാഷാപരം പറയാനുള്ള കൃപ നൽകി, നിനക്ക് ഞാൻ ചർച്ച നൽകി, നിനക്ക് ഞാൻ മിനിസ്ട്രി നൽകി, ഇതെല്ലാം നൽകി തെറ്റുകൂടാതെ വചനം പറയാൻ നിന്നെ പഠിപ്പിച്ചു. പക്ഷേ നീതി പ്രവൃത്തി നിനക്കില്ല. നിന്നിൽ ഇപ്പോഴും വ്യാജം നിലനിൽക്കുകയാണ്. ദൈവരാജ്യത്തിൽ നീ കയറത്തില്ല, ദൈവരാജ്യത്തിൽ കയറത്തില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ രാത്രിയാണ്. ഇന്ന് രാത്രി നിങ്ങൾക്കായി ഒരുക്കിയ വിരുന്നായത്. ഈ വിരുന്നിൽ ഹല്ലേലൂയ നീ ഉറച്ച തീരുമാനമെടുക്കണം. 12 നീതി പ്രവർത്തികൾ കുറഞ്ഞത് ഞാൻ ചെയ്യാം. ഫരിസേയനെ അതിശയിപ്പിക്കുന്ന 12 നീതി ഞാൻ ചെയ്യാം. ജീവിതത്തിൽ 12 നീതി ചെയ്യാമെന്ന് കുറഞ്ഞതാ നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമുള്ളത് തീരുമാനമുണ്ട്. നമ്മുടെ ജീവിതമേ നീതിയിലാണ് ജീവിക്കുന്നത്. എങ്കിലും അതിശയിപ്പിക്കുന്ന നീതി, ദൈവം പോലും കണ്ടു തള്ളുന്ന തരത്തിൽ നീതി പ്രവർത്തി ചെയ്യാൻ ഇന്ന് നമ്മൾ തീരുമാനമെടുക്കുക. പ്രൈസ് ദി ലോർഡ്. യേശുവേ ആരാധന. സാധിക്കുമോ? സാധിക്കുമോ? യേശുവേ ആരാധന. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? സാധിക്കുമോ? സാധിച്ചാൽ കൃപാവരദാനങ്ങൾ ഒഴുകാം. സാധിച്ചാൽ കൃപാവരദാനങ്ങൾ ഒഴുകാം. Holy Spirit, hallelujah, സ്തോത്രം യേശുവേ, ആരാധന 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 ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ ആരാധന 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 ആരാധന. സാധിച്ചാൽ കൃപാവരദാനം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നിങ്ങൾ ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കേണ്ടത്, ഈ രാത്രിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. എന്തെല്ലാം നമുക്കുണ്ട്, എത്ര വരവുണ്ട്, എത്ര മിനിസ്ട്രി ഉണ്ട്, എത്രമാത്രം മിനിസ്ട്രികളുടെ എണ്ണം കൂടിയോ ഇല്ല, കാര്യം അതിൻ്റെ അകത്തില്ല. തെറ്റുകൂടാതെ പഠിപ്പിച്ചാൽ വലിയവനെന്ന് വിളിക്കപ്പെടും. പക്ഷേ യേശു പറയുവാണ്, നിന്റെ നീതി ഉണ്ടല്ലോ, പണ്ട് പരിസയന്മാർ ചെയ്ത നീതിയെ അതിശയിപ്പിക്കണം. എന്ന് വെച്ചാൽ അതിനകത്ത് കളവ് പാടില്ല, ജെനുവിൻ ആയിരിക്കണം. നമ്മളിൽ ഒരു ജെനുവിൻ ഉണ്ടാകണം. നമ്മളിലെ പ്രവൃത്തിയിൽ ഒരു ജെനുവിൻ ഉണ്ടാകണം. സത്യസന്ധത ഉണ്ടാവണം. നീതിയോടെ നമ്മൾ പോകണം. എങ്കിൽ ദൈവം അതിശയിക്കും നമ്മളെ നോക്കിയിട്ട്. അത് സ്വർഗത്തിൽ ചെറിയ സ്ഥാനമല്ല നമുക്ക്. ഒന്നാതെ തെറ്റുകൂടാതെ
പഠിപ്പിക്കുന്നതിൻ്റെ വലിയ സ്ഥാനം. രണ്ടാമത് നീതിയുടെ സ്ഥാനം. ആമേൻ. നമ്മുടെ സ്ഥാനം ദൈവരാജ്യത്തിൽ എത്ര വലുതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല, കണക്കിലെടുക്കാൻ പറ്റത്തില്ല. ഏറ്റവും ടോപ്പ് ലെവലിൽ നിങ്ങൾ മാറും. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കുന്ന നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നീതിയാണെന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞു. രണ്ടാമത്, നിങ്ങൾ നീതി ചെയ്യാൻ തയ്യാറായാലും നിങ്ങൾ തെറ്റുകൂടാതെ പഠിപ്പിക്കുന്നവരാണെങ്കിലും നിങ്ങളോട് രണ്ടാമത് ദൈവം പറയുന്ന ഒരു കാര്യം, പലരും വീണു പോയിട്ടുണ്ട്, നീ നാളെ വീണു പോകുമോ? പലരും എന്നെ ശപിച്ച്, എന്നെ പ്രാഗി, എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് ഓടിപ്പോയിട്ടുണ്ട്, നീയും ഓടിപ്പോകുമോ? പലരും മിനിസ്ട്രി നിർത്തിയ നാളുകളായിരുന്നു കഴിഞ്ഞ 2-3 കൊല്ലം. ഞാൻ പലരെ പരിചയപ്പെട്ടു, ഇന്ത്യക്ക് പുറത്തു വെച്ച് പരിചയപ്പെട്ടതിൽ ചില ദൈവദാസന്മാർ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് മിനിസ്ട്രി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല ബ്രദർ. അതെന്ത് പറ്റി? കൊറോണ വന്നു, 3 വർഷം അടച്ചിട്ടു, പിന്നെ ആരും വന്നില്ല, അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം ഞാൻ മറ്റ് ജോലിക്ക് പോന്നു. കേരളത്തിന് പുറത്ത് വെച്ച് നടത്തിയ ധ്യാനത്തിലും ഇതേ രീതിയിൽ ഞാൻ ആൾക്കാരെ പരിചയപ്പെട്ടു. മിനിസ്ട്രി ഒരുപാട് പേരുടേത് നിന്നുപോയി, ഒരുപാട് ചർച്ചുകൾ പൂട്ടിയിട്ടു കൊറോണ കാരണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം പറയുവാണ്, ദൈവം ശക്തമായി പറയുവാണ്, നീ വിട്ടുപോകുമോ? നീ തെറ്റുകൂടാതെ പഠിപ്പിക്കുന്ന വ്യക്തിയാണ്, നീ സ്വർഗരാജ്യത്തിൽ വലിയവനാണ്, നീ നീതി ചെയ്യുന്ന വ്യക്തിയും കൂടാണ്. ഫരിസേയന്റെ നീതിയേക്കാൾ കൂടുതൽ നിന്റെ നീതി അതിശയിപ്പിക്കുന്നുണ്ട്. നീ രാവും പകലും എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ നിനക്കെതിരെ പെരുവെള്ളം വരും, നിനക്കെതിരെ പലതും വരാം. ആ സമയത്ത് നീ എന്നെ ഉപേക്ഷിക്കുമോ? നീ എന്നെ കളഞ്ഞിട്ട് പോകുമോ? നീ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമോ? ഈ ചോദ്യത്തിന് നീ ആദ്യം ഉത്തരം കൊടുക്കുക. ഈ ചോദ്യത്തിന് നീ ആദ്യം ഉത്തരം കൊടുക്കുക. ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുമ്പോഴാണ് ബാക്കി കാര്യം ദൈവം ചെയ്യുന്നത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ, നീ പ്രയാചിച്ച കാര്യത്തിന് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ, നീ സ്വപ്നം കണ്ടതിന് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ നീ കളഞ്ഞിട്ട് പോകുമോ? ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാദ്യം ദൈവത്തിന് ഉത്തരം കൊടുക്കുക. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, നിങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഉറച്ചു നിൽക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ് പറയുന്നത്? നിങ്ങൾ ഉറച്ചു നിൽക്കുക, നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും ദൈവദാസന്മാരെ നിങ്ങൾ വിട്ടുപോകത്തില്ല, ദൈവത്തിന് അകലത്തില്ല. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അകത്തൊരു വിത്ത് കിടക്കുന്നത് ഞാൻ കാണുന്നു. നിങ്ങൾ അറിഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ അകത്തൊരു വിത്തുണ്ട്. അത് കാരണം നിങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റുകയില്ല. ഏതാണ് ആ വിത്തെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഈ രാത്രിയിൽ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. ഏതൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അകന്നു പോകാത്ത വിധം ഒരു ശക്തി അകത്തുണ്ട്, അകത്തുണ്ട്. ഇന്ന് ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോ ഒരാളുടെ അകത്ത് കത്തുന്നുണ്ട്, ഒരു പുരുഷന്റെ അകത്ത് കത്തുന്നുണ്ട്. ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോ ഇതിനോട്ട് വലിച്ച ഒരു വിഷവിത്ത് കരിഞ്ഞു പോവുകയാണ്. ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോ വരുന്നുണ്ട്, വരുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് വരുന്നുണ്ട് അഭിഷേകം. പിന്നിലോട്ട് വലിക്കാത്ത വിധത്തിൽ നിന്നെ പിടിച്ചു നിർത്തുന്ന അഭിഷേകം. മറ്റുള്ളവർക്ക് വേണ്ടി സർവീസ് ചെയ്യാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ദൈവരാജ്യത്തെ കൊടുക്കാൻ സാധിക്കുന്ന ഒരു അഭിഷേകം. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന. ആമേൻ. ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നല്ല ഉഗ്രൻ കാര്യം യേശു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ അകത്തിരിക്കുന്ന വിത്ത് യേശു നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ.
25 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ അകത്തിരിക്കുന്ന വിത്ത് ഏതാണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. 25 മുതലുള്ള വാക്യങ്ങൾ. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്റെ മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് കേട്ടോ, ഇതോടെ കാറ്റടിച്ചു, വൻമഴ പെയ്തു, നിലയ്ക്കാത്ത മഴ പെയ്തു, നദികളൊക്കെ പൊങ്ങി ഫ്ലഡായി, ആ വീട്ടിന്മേൽ അലയടിച്ചു. നിങ്ങളെന്ന് പറയുന്ന വീട്ടിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. അത് വീഴുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. അത് കാറ്റ് കൊണ്ട് വീഴുന്ന സാധനമല്ല, അത് ഉഗ്രം പാറയുടെ പുറത്താണ്. അല്ല, ബലവത്തായ പാറയുടെ മേള നിൽക്കുന്നത്. പത്രോസേ, നീ പാറയാകുന്നു. ഇപ്പൊ മനസ്സിലായോ? അതിന്റെ മേള നിൽക്കുന്നത് എന്ന് പറഞ്ഞ വിശ്വാസത്തിന്റെ മേള നിൽക്കുന്നത്. നിന്റെ വിശ്വാസം, നിങ്ങളകത്തൊരു വൻ വിശ്വാസിയുണ്ട്. നിങ്ങളിൽ ചിലരിൽ വിശ്വാസിയുണ്ട്. അതുകൊണ്ട് നീ തകരെ വീഴത്തില്ല, നീ പോകത്തില്ല, മാറത്തില്ല. നീ സ്ട്രോങ് ആയി നിൽക്കും. നീ അതെങ്ങനെ നീ വിശ്വാസിയായത്? 26-ാമത്തെ വചനം വായിക്കുമ്പോൾ, എന്റെ ഈ വചനം കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. ആരാ വീഴുന്നതെന്നറിയോ? മുടങ്ങാതെ ധ്യാനത്തിന് വരും, മുടങ്ങാതെ ധ്യാനം കൂടും, ധ്യാന സമയത്ത് ഭയങ്കര സന്തോഷം കാണിക്കും, എല്ലാത്തിലും പങ്കെടുക്കും. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും വചനം അനുസരിക്കുകയില്ല. ഞാൻ അങ്ങനെ പലരെയും കണ്ടിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് എല്ലാത്തിലും, സ്വോത്രാഴ്ചയ്ക്കോ സംഭാവനയ്ക്കോ എല്ലാം മുന്നിലായിരിക്കും. പക്ഷേ അവരുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ കർത്താവിൻ്റെ വചനം പാലിക്കത്തില്ല. അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട്. അവിടെ അവർക്കും വചനവുമായി ബന്ധമില്ല. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്പിരിച്വൽ ലൈഫ് ആണെന്ന് നമുക്ക് തോന്നത്തേ ഇല്ല. അങ്ങനെയുള്ളവരെ അവർ വീട് പണിയുന്നുണ്ട്, പക്ഷെ മണൽമേല എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഇടുന്നുണ്ട്, അവർ അഭിഷേകം പ്രാപിച്ചെടുക്കുന്നുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, പക്ഷേ മണലിൻ്റെ മേല. കാരണം എന്താണെന്നറിയാം? നീ ക്രിസ്തുവിൻ്റെ പ്രിൻസിപ്പിളും വചനവും ഒന്നും നിനക്കില്ല. അത് കാരണം നീ മണലിൻ്റെ മേല, അതുകൊണ്ടാണ് നിലനിൽക്കാത്തത്. അത് കാരണമാണ്. എന്നാൽ മഴ പെയ്തു. 27-ാമത്തെ വാക്യം എല്ലാവരും ഒന്ന് ഉറക്കെ വായിക്കാമോ? 27-ാമത്തെ വാക്യം. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന് മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിന്റെ വീഴ്ച വലുതായിരുന്നു. വീഴ്ച വലുതായി, ഒരുപാട് ഉയരങ്ങളിൽ എത്തിയതാ, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് പേരെടുത്തു, തീർന്നു. ഇപ്പം ചർച്ചുമില്ല, ഇപ്പം അഭിഷേകവും ഇല്ല, അരൂപികയില്ല, ഇപ്പം വാടിക്കൊരിഞ്ഞ് കിടക്കുക, തീർന്നു. അടുത്തത് എന്താണ് പറയുന്നത്? പക്ഷേ ഹല്ലേലൂയ 26 എന്താ പറയുന്നത്? 26-ൽ വളരെ ശക്തമായി പറയുക. 25-ൽ എന്താ പറയുന്നത്? മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന് മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. 26-ാമത്തെ വാക്യം എന്താണ്? എന്റെ വചനങ്ങൾ കേൾക്കുകയും. അതാണ് വിഷയം. അതാണ് ഇവിടെ മണലി വീട് വെച്ചതോ പാറപ്പുറത്ത് വെച്ചതോ അല്ല. പാറ കാണിക്കുന്നത് വചനം കേട്ടുള്ള വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. ആ വചനം കേട്ടുള്ള വിശ്വാസത്തിന്റെ മേലാണ് നീ ചർച്ചെടുത്തതെങ്കിൽ, ആ വചനം കേട്ടുള്ള വിശ്വാസത്തിന്റെ മേലാണ് നീ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതെങ്കിൽ, ആ വചനം കേട്ടുള്ള വിശ്വാസത്തിന്റെ മേലാണ് വർഷിപ്പിന് ഇറങ്ങിയതെങ്കിൽ വീഴത്തില്ല, വീഴത്തില്ല, തറയെ വീഴത്തില്ല. ദൈവമേ, ആർക്കും നിന്നെ വീഴ്ത്താൻ സാധ്യമല്ല. പലവരും നോക്കും, പക്ഷെ നീ വീഴത്തില്ല. പലരും ശ്രമിച്ചു നോക്കും, പക്ഷെ നീ വീഴത്തില്ല. സകലങ്ങൾ കടന്നു വരും, നീ വീഴത്തില്ല. വചനത്തിന്റെ വിശ്വാസത്തിൽ നീ എഴുന്നേറ്റതാണെങ്കിൽ വീഴുന്നത് എങ്ങനെ വീഴും? വീഴത്തില്ല, ഒരിക്കലും വീഴുകയില്ല. ഇന്ന് രാത്രി നീ ഉറപ്പിക്ക്, നീ വീഴുകയില്ല. വിശ്വാസമെന്ന ശക്തി എന്റെ അകത്തുണ്ട്, വിശ്വാസമെന്ന ശക്തി എന്റെ അകത്തുണ്ട്. വീഴുകയില്ല, ഉറപ്പിക്കുക, ശക്തിയോടെ ഉറപ്പിക്കുക.
യേശുവേ ആരാധന. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അടുത്തിരിക്കുന്നവരുടെ കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട്, അടുത്തിരിക്കുന്നവരുടെ കൈകൾ കോർത്ത് പിടിച്ച് സ്തോത്രം. കോർത്ത് പിടിച്ചിട്ട് ആമേൻ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് വിശ്വാസത്തിൽ അടുത്തിരിക്കുന്ന ആളെ അനുഗ്രഹിക്കുക, അനുഗ്രഹിക്കുക, അനുഗ്രഹിക്കുക. വിശ്വാസത്താൽ അനുഗ്രഹിക്കുക. ശബരബലവ. ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ അനുഗ്രഹിക്കുക. ആമേൻ. ഹല്ലേലൂയ. യേശുവേ ബ്ലസ്. അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. തറയെ വീഴാത്ത വിധം വിശ്വാസം അനുഗ്രഹിക്കുക. ആമേൻ. യേശുവേ സ്തോത്രം. ബ്ലസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ സ്തോത്രം. ബ്ലസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബ്ലസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. ബ്ലസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബ്ലസ് ഇൻ ദ നെയിം ഓഫ് അനുഗ്രഹിക്കുക. ബ്ലസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക വളരെ പവറോടുകൂടി. ശക്തി എഴുതട്ടെ, അഭിഷേകം ഇറങ്ങട്ടെ, ചൈതന്യം ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മ ശക്തി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉണർവിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം ഇറങ്ങട്ടെ, അനുഗ്രഹം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവദാസന്മാരെ അനുഗ്രഹിക്കുന്ന കൃപ അവർക്ക് നൽകണമേ. അനേകം പേരെ എഴുന്നേൽപ്പിക്കുന്ന കൃപ അവർക്ക് നൽകണമേ. അനേകം പേരെ അനുഗ്രഹം ചെയ്യുന്ന കൃപ നൽകണമേ. അനേകം പേരെ ഓർഡിനേഷൻ ചെയ്യുന്ന കൃപ. ഈ ധൈര്യം, ഈ ചാവിയുള്ളവർക്ക് പ്രാർത്ഥിക്കാം. ഈ ചാവിയുള്ളവർക്ക് കേട്ട വചനത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ വ്യതിചലിക്കത്തില്ല. ഈ ചാവിയുള്ളവർക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, 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 സ്തോത്രം. ആരാധന, ആരാധന. യേശുവേ ആരാധന. ബ്ലെസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ നിന്റെ വേല ഇത്രയും വർഷം വേല ചെയ്തിട്ടും നിനക്കൊരു അംഗീകാരം കിട്ടിയിട്ടില്ല. പ്രിയ ദൈവത്തിലെ നീ വേല ചെയ്തു, ചെയ്തിടത്തെല്ലാം നിനക്ക് പ്രശ്നങ്ങളാണ്, നീ കരയുന്ന അനുഭവങ്ങളാണ്. നിനക്ക് ചിലപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് പോകാൻ തോന്നി, പക്ഷേ കേട്ട വിശ്വാസം, വചനത്തിൽ നിന്നുള്ള വിശ്വാസം നിന്നെ പിടിച്ചു നിർത്തി. സ്തോത്രം. ഹല്ലേലൂയ. എന്തിനെന്ന് ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനെന്ന് നീ ചിന്തിച്ച സമയം, ഹല്ലേലൂയ, കേട്ട വചനത്തിലുള്ള വിശ്വാസം നിന്നെ പിടിച്ചു നിർത്തി. നിങ്ങൾ എൻ്റെ ദൈവവേല, എൻ്റെ വേല യഥാർത്ഥത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നുണ്ടോ, ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ദൈവാത്മാവ് അത് വ്യക്തമായി പറയുന്നു. നിങ്ങൾ ചിലർ അത് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2024 കയറാൻ പറ്റാത്ത വിധത്തിൽ നിന്റെ കാലുകളെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ വേല ദൈവത്തിന് യോഗ്യമാണോ? ദൈവം സ്വീകരിക്കുന്നുണ്ടോ? ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിന് യോഗ്യമാണോ? നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ കാലുകളെ പുറകോട്ട് വലിക്കുന്നത് ഞാൻ കാണുന്നു. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ.
കൊടഞ്ഞെഴുന്നേൽക്കുവാൻ ദൈവം നിങ്ങളോട് പറയുകയാണ്. ഹല്ലേലൂയ. വലിക്കുന്നവനെ ചവിട്ടിക്കളഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാം. ഓ, അതിനുള്ള ശക്തി ധരിക്കാൻ ദൈവം ഈ രാത്രി നിന്നോട് പറയുവാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവാത്മാവ് വീണ്ടും നിന്നോട് പറയുന്നു, ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതോ വ്യക്തിയോട് പറയാം, നിന്റെ പോക്കറ്റിൽ വീഴുന്ന കാശിലല്ല വിശ്വാസം ഇരിക്കുന്നത്. നീ പ്രാർത്ഥിക്കുമ്പോൾ പോക്കറ്റിൽ വീഴുന്ന കാശിലല്ല, മണിയിലല്ല, മണി ബാക്ക്ഗ്രൗണ്ടിലല്ല, നിന്റെ ജോബിന്റെ ഗ്രോത്തിലല്ല, നിന്റെ ജോബ് പവറിലല്ല. ഫെയ്ത്ത് ഇരിക്കുന്നത് നീ കേട്ട വചനത്തിലാണ്. നീ കേട്ട വചനത്തിലാണ്. നീ ജോബിൽ ഫെയിലിയർ ആവാം, നീ ജോബിൽ ഫെയിലിയർ ആവാം, നീ ബിസിനസ്സിൽ ഫെയിലിയർ ആവാം, നീ ഫാമിലിയിൽ ഫെയിലിയർ ആവാം. നീ കേട്ട വചനത്തിൽ നീ വിന്നറാ, നീ വിന്നറാ, വിന്നറാ. ഞാൻ കാണുന്നുണ്ട് ആ വിത്തിനെ. നിന്റെ അകത്തിരിക്കുന്നത് ഞാൻ കാണുന്നു. നിന്റെ അകത്ത് വിത്തിരിക്കുന്നത് ഞാൻ കാണുന്നു. ദൈവമേ, അത് കാണിച്ചു കൊടുക്കണമേ. ദൈവമേ, എലീശ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നു. ഈ ദാസന്മാരുടെ കണ്ണുകൾ തുറക്കണമേ, ഹൃദയം തുറക്കണമേ. അവർ അകത്തിരിക്കുന്ന ഏത് വിത്താണെന്ന് വെളിപ്പെടുത്തണമേ. അവർ അകത്തിരിക്കുന്ന വിത്ത് വെളിപ്പെടുത്തണമേ. അവർ അകത്തിരിക്കുന്ന ശക്തി ഏതാണെന്ന് വെളിപ്പെടുത്തണമേ. അവരുടെ കണ്ണുകൾ തുറക്കണമേ കർത്താവേ. വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് വെറും വാക്കിൽ പറയാനല്ല, ജീവിത അനുഭവം ഉണ്ടാകുവാൻ തക്കവിധ ദൈവം ഇന്ന് രാത്രി നിങ്ങളെ തൊടും, സ്പർശിക്കാം. ദൈവം നിങ്ങൾക്ക് ഉക്കറിയ ഒരു പൊരുൾ ദൈവം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുവാണ്. ദൈവം നിങ്ങൾക്ക് ഒരു ഉഗ്രൻ പൊരുൾ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. നീ ചെയ്ത പ്രവൃത്തിയില്, നീ ചെയ്ത വേലയില് നീ വിഷമിച്ച് നിൽക്കുകയാണെങ്കിൽ, നീ ചെയ്ത വേലയിൽ നീ പ്രയാസപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ, നിന്റെ പ്രവൃത്തിയിൽ നിനക്ക് എത്രമാത്രം അംഗീകാരം കിട്ടിയില്ല, ഇതൊന്നും നിനക്കറിയാതെ നീ വേദനിച്ച് നിൽക്കുകയാണെങ്കിൽ, ഇന്ന് രാത്രി ദൈവം നിന്നോട് ഒരു വലിയൊരു പൊരുളെടുത്ത് നിനക്ക് തരാൻ പോവുകയാണ്. ഇന്ന് രാത്രി സ്തോത്രം. സ്വീകരിക്കാൻ തയ്യാറായിക്കോ, അത് റിസീവ് ചെയ്യാൻ തയ്യാറായിക്കോ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും ജനങ്ങളുടെ ഇടയിൽ കഴിഞ്ഞു. എന്നാൽ സ്നാപക യോഹന്നാൻ കഴിക്കാത്തവനായി, കുടിക്കാത്തവനായി പട്ടിണി നടന്നു. സ്നാപക യോഹന്നാനെ നോക്കി ഈ ജനം വിളിച്ചു പിശാചു ബാധിച്ചവനെന്ന്. അതുകൊണ്ട് അവൻ പട്ടിണി കിടക്കുന്നതെന്ന് പറഞ്ഞു. ഞാനോ ആഹാരം കഴിക്കുന്നവനും കുടിക്കുന്നവനുമായി വന്നു. അപ്പോൾ എന്നെയും അവർ അനാവശ്യം പറഞ്ഞു. സ്നാപയോഹന്നാനോടും യേശുവിനോടും ചേരുന്നവർ അവരോട് അടുത്ത് പോയി നിന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, സ്തോത്രം. ഇതിൽ കൂടുതൽ നിങ്ങൾക്കൊന്നും കിട്ടാനില്ലല്ലോ, ഇതിൽ കൂടുതൽ കിട്ടാനില്ലല്ലോ. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ടാലന്റ് അവിടെയല്ല, വരാൻ പോകുന്നതേ ഉള്ളൂ, വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതിലല്ല ഇരിക്കുന്നത്, വരാൻ പോകുന്നതേ ഉള്ളൂ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുങ്കക്കാരുടെയും പാപികളുടെയും വീട്ടിൽ പോയിരിക്കുന്നു. എന്നെ കുറിച്ച് പറയുന്നു. പാപികളെ ഞാൻ സ്നേഹിതരെന്ന് വിളിച്ചു. അവർ കംപ്ലൈന്റ് പറഞ്ഞു. എന്നാൽ അവന്മാരുടെ വാക്കിലോ ഇതിലൊന്നുമല്ല കാര്യം ഇരിക്കുന്ന വേറൊന്നില്ല. അത് നിങ്ങളത് സ്വീകരിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 19-ാമത്തെ വാക്യം. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ.
എങ്കിലും ജ്ഞാനം അതിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. അതാണ് ചാവി. ജ്ഞാനം അതിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. ഒന്നുകൂടെ, ജ്ഞാനം അതിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. യോഹന്നാൻ, സ്നാപകയോഹന്നാനാണെങ്കിൽ കുടിക്കാത്തവനായി പട്ടിണി കിടന്നുകൊണ്ട് ഉപവാസം എടുത്തു വന്നപ്പോൾ പിശാചു ബാധിതൻ. ഞാനാണെങ്കിൽ ആഹാരം കഴിക്കുന്നവനായി വന്നു, കുടിക്കുന്നവനായി വന്നു. എന്നെയും നോക്കി അവര് പാപി എന്ന് മുദ്ര കുത്തി. പക്ഷേ ഞങ്ങളുടെ രണ്ടുപേരെയും ഞങ്ങളുടെ ഈ പ്രവൃത്തി ഇവർ നോക്കണ്ട, ഞങ്ങളുടെ ഒന്നും ഇവർ കാണണ്ട. ഞങ്ങളുടെ അകത്തൊരു ജ്ഞാനമുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെതാ. ഹല്ലേലൂയ. അത് ഞങ്ങളെ നീതീകരിച്ചോളാം. അത് നീതീകരിച്ചോളാം. നീ പറഞ്ഞ ദർശനം ദൈവത്തിന്റെ ജ്ഞാനമാണ്. നീ പ്രസംഗിക്കാൻ എഴുന്നേറ്റുന്നത് ദൈവത്തിന്റെ ജ്ഞാനത്താലാണ്. ആ ജ്ഞാനം ഉണ്ടല്ലോ, നിന്നെ വിശദീകരിച്ചോളാം. ആ ജ്ഞാനം നിന്നെ പണിതോളും. ആ മനുഷ്യന്റെ ഒന്നും അംഗീകാരം നിനക്ക് വേണ്ട. ജ്ഞാനം നിന്നെ അംഗീകരിക്കും. നിനക്ക് വേണ്ടി സ്വർഗത്തിൽ വാദിക്കും. നിനക്ക് വേണ്ടി സ്വർഗത്തിൽ സംസാരിക്കും. ആ ജ്ഞാനം നിന്നെ അനുഗ്രഹിക്കും. അഭിഷേകത്താൽ നിറയ്ക്കും നിന്നെ. അതുകൊണ്ട് മനുഷ്യരെല്ലാവരും നിനക്കെതിരായിക്കൊള്ളട്ടെ. സ്വന്തക്കാർ, ബന്ധുക്കൾ, സഹോദരങ്ങൾ എല്ലാവരും എതിരായിക്കൊള്ളട്ടെ. ഉറപ്പ് ഞാൻ പറയുന്നു, നിന്റെ ആത്മീയ പ്രവൃത്തിയിലെ ജ്ഞാനം നിനക്ക് വേണ്ടി വാദിച്ചുകൊണ്ടേയിരിക്കുക. അത്യുന്നതനായ ദൈവത്തെ സ്തുതിക്കാൻ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അത്യുന്നതനായ ദൈവത്തെ സ്തുതിക്കാൻ ആവശ്യപ്പെടുന്നു. അത്യുന്നതനായ ദൈവത്തെ സ്തുതിക്കാൻ ആവശ്യപ്പെടുന്നു. അത്യുന്നതനായ ദൈവത്തെ സ്തുതിക്കാൻ ആവശ്യപ്പെടുന്നു. Hallelujah. 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 സ്തുതിക്കുക, 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 സ്തുതിക്കുക. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. ഹല്ലേലൂയ. ഇനി നമ്മളെല്ലാം കർത്താവാണ്. വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. തെളിവ് സഹിതം ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. തെളിവ് സഹിതം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. 24 തീ കത്തിക്കാൻ ദൈവം നിങ്ങളെ ചുമതലപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. ആമേൻ. നിങ്ങൾ ഇത്രയും നാൾ ഒരുപക്ഷെ നിങ്ങളുടെ ഗുരുക്കന്മാർ ചെയ്യുന്ന ശുശ്രൂഷ കണ്ടായിരിക്കാം നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്നത്. നിങ്ങളെ ആത്മീയതയിൽ കൊണ്ടുവന്ന ഗുരുക്കന്മാരുടെ ശുശ്രൂഷ രീതികളായിരിക്കാം നിങ്ങൾ ഇതുവരെ അനുവർത്തിച്ചു വന്നത്. എന്നാൽ ഇന്ന് രാത്രി മുതൽ കളർ മാറാൻ പോകുകയാണ്. ഇന്ന് രാത്രി മുതൽ മറ്റൊരു ശുശ്രൂഷ സ്വർഗത്തിൽ നിന്ന് കടന്നു വരുന്നുണ്ട്. അത് പ്രാപിച്ചെടുക്കാൻ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഭയപ്പെടരുത്, അതിലാ തീയുള്ളത്. പേടിക്കരുത്, അതിലാണ് തീയുള്ളത്. 24 വെറുതെ പറയുന്നതല്ല. നിങ്ങളിൽ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കുക. ദൈവം ഉറപ്പ് പറയുന്നു. 24 നിങ്ങളിൽ ചിലരെ കത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഉറപ്പ് പറയുന്നു, ഉറപ്പ് പറയുന്നു. അത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് അബോർഷനായി പോകേണ്ടവർ, അബോർഷൻ ചെയ്യാതിരുന്നവരൊക്കെ ഇന്ന് അതൊന്നും സാധിക്കാതെ അവർ പിറക്കാനിടയായി. അമ്മ പോലും വേണ്ട എന്ന് വെച്ചവരെ ഈ രാത്രി ദൈവം തെരഞ്ഞെടുക്കുകയാണ്. ഞാൻ ഉറപ്പ് പറയുന്നു, സ്വന്തക്കാർ, ബന്ധുക്കൾ എല്ലാം ആട്ടിപ്പുറത്താക്കിയവരെ, സ്വന്തക്കാർ, ബന്ധുക്കൾ ആട്ടിപ്പുറത്താക്കിയ, ആർക്കും ഇഷ്ടമില്ലാതിരുന്ന നിന്നെ ദൈവം എടുക്കാൻ തീരുമാനമെടുത്തിരിക്കുക. ഒറ്റ കാര്യം ചെയ്യണം. ഒരൊറ്റ കാര്യം ചെയ്യാനുണ്ട്. ഒറ്റ കാര്യം ചെയ്യാനുണ്ട്. ഒറ്റ കാര്യം.
പത്രോസ് ചെയ്തതുപോലെ ഒരു കാര്യം ചെയ്യണം. ആമേൻ. പത്രോസെ, ഞാൻ നിന്റെ മേൽ എൻ്റെ സഭ വെക്കാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അതിനൊരു കാരണമുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾ സുവിശേഷകരാ. ഹല്ലേലൂയ. കാരണമുണ്ട്. യേശുവേ സ്തോത്രം. ആ കാരണം നിങ്ങളിലേക്ക് ഇറങ്ങി വരണം. ഹല്ലേലൂയ. ആ കാരണം ഇറങ്ങി വരണം. യേശുവേ സ്തോത്രം. ആ കാരണം ഇറങ്ങി വരണം. ഇറങ്ങി വന്നാൽ ഞാൻ പറഞ്ഞത് നിന്റെ മേൽ വരും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ഉള്ളം കൊണ്ട് പത്രോസ് പറഞ്ഞു. ആമേൻ. സ്തോത്രം. സ്തോത്രം. ഉള്ളം കൊണ്ട്, ഹൃദയം കൊണ്ട് മരിക്കുന്നത് വരെ നിലനിന്നു അതിൻ്റെ അകത്ത്. ഹല്ലേലൂയ. സ്തോത്രം. യേശുവേ സ്തോത്രം. മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിച്ചോളുക. മാറാതിരിക്കാൻ ശ്രദ്ധിച്ചോളുക. ആമേൻ. ഹല്ലേലൂയ. മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിച്ചോളുക. യേശുവേ ആരാധന. വരം കടന്നു വരും. അതാണ് പത്രോസിനെ മാറ്റിയെടുത്തത്. അതുകൊണ്ട് പത്രോസിനോട് യേശു പറയുന്ന ഒരു വാക്കുണ്ട്. സുവിശേഷം ചെയ്യുന്നവർ ശ്രദ്ധിക്കണേ, ആ വാക്ക് ശ്രദ്ധിച്ചോണം. പത്രോസിനോട് യേശു പറയുന്ന വാക്കാണ്. എന്താ പറയുന്നതെന്നറിയോ? ശിമയോനെ, നീ ഭാഗ്യവാനാണെന്നാ പറയുന്നത്. ഹല്ലേലൂയ. യേശുവിനെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ അവർ ഭാഗ്യവാനാണ്. ആമേൻ. സ്തോത്രം. എത്ര ചോദ്യത്തിന്റെ മുമ്പിലും യേശുവിനെ ദൈവമായി ഉയർത്താൻ ആമേൻ. ഹല്ലേലൂയ. സാധിച്ചാൽ ഹല്ലേലൂയ. സ്തോത്രം. ഭാഗ്യവാനാ. ആമേൻ. ഭാഗ്യവാനാ. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾക്ക് സാധിച്ചാൽ അത് ബുദ്ധിയിൽ നിന്നല്ല ആ വിശ്വാസം വന്നത്. മാതാപിതാക്കൾ നല്ല മാതാപിതാക്കളിൽ ജനിച്ചത് കൊണ്ടുമല്ല. യേശുവിനെ സ്നേഹിക്കുന്ന യേശുവിന്റെ അപ്പൻ നിനക്ക് വെളിപ്പെടുത്തി തന്നോണ്ടാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നിനക്ക് അപ്പൻ വെളിപ്പെടുത്തി തന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. താങ്ക് യു ഇന്ന് ജീസസ്. യേശുവിൽ സ്ട്രോങ് യേശുവേ വിശ്വാസികൾ ഉണ്ടോ ഇതിന്റെ അകത്ത്? പിതാവ് നിങ്ങളെ വെളിപ്പെടുത്തി, പിതാവ് നിങ്ങളെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു ജീസസ്. ഈ വയൽ വിട്ട് പോണോ? ഈ സന്തോഷം വിട്ട് ദൂരെ പോകാൻ പറ്റുമോ? യേശുവേ ആരാധന. ഈ വയൽ വിട്ട് പോകാൻ പറ്റുമോ എവിടെയെങ്കിലും? ഇല്ല. ഈ സന്തോഷം വിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവിൽ പ്രിയരെ, ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, യേശു ക്രിസ്തുവിനെ ഒരുവൻ പൂർണ്ണമായും വിശ്വസിച്ച് കഴിയുമ്പോഴാ അവന് മിനിസ്ട്രി നൽകുന്നത്. യേശു ക്രിസ്തുവിനെ ഒരാൾ ആടിയൊലഞ്ഞ വിശ്വാസമല്ല, പോക്കറ്റിൽ കാശ് വീഴുന്നത് കണ്ടിട്ടല്ല, OIT പാസ്സായാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ലോക കാര്യങ്ങളിലല്ലാതെ വചനം കേട്ട് വിശ്വസിക്കണം. ഹല്ലേലൂയ. വിശ്വാസം നല്ല സ്ട്രോങ് ആയിട്ട് പറയണം. യേശു അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണ്. യേശുവേ മറ്റേത് എനിക്കൊരു വിഷയമല്ല, ആമേൻ. യേശുവാണ് എനിക്ക് വിഷയം. യേശുവേ ഇങ്ങനെ പറയുവാൻ പരിശുദ്ധാത്മാവ് ആരുടെ നാവിലാണോ വരുന്നത്? അവരെ അനോയിന്റിംഗ് ചെയ്യാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അവരെ അഭിഷേകം ചെയ്യാൻ ദൈവത്തിന്റെ ശക്തി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. യേശുവിനെ ഞാൻ തിരിച്ചറിഞ്ഞത് ഒരു രോഗശാന്തി മൂലമല്ല. യേശുവിനെ ഞാൻ തിരിച്ചറിഞ്ഞത് എനിക്ക് ചെയ്ത ഉപകാരത്താലല്ല, വചനത്താലാണ്. വചനത്താലാണ് എന്ന് പറയുന്ന ദൈവദാസിമാരുണ്ടോ? എന്ന് പറയുന്ന ദൈവദാസന്മാരുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ജഡരക്തങ്ങളല്ല ഇത് വെളിപ്പെടുത്തിയത്. സ്വർഗസ്ഥനായ പിതാവ് നിന്നെ ബ്ലസ് ചെയ്തിട്ട്, നിന്നെ അനുഗ്രഹിച്ചിട്ട്, നിന്നെ അഭിഷേകം ചെയ്തിട്ട്. ഹല്ലേലൂയ. 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 അകത്തൊരു ചാവി ഉണ്ടാകണം. യേശുവിന്റെ നാമം. ആമേൻ. സ്തോത്രം. ആ നാമം ഞാൻ പറഞ്ഞാൽ പ്രവർത്തിക്കും. യേശുവിന്റെ നാമം. ആമേൻ. ആ നാമത്തിൽ ഞാൻ പറയുന്നത് സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ. ആ നാമത്തിൽ ഞാൻ പറയുന്നത് സംഭവിക്കും ഹല്ലേലൂയ. എന്ന വിശ്വാസം ഉറയ്ക്കണം. ഹാർട്ടിന്റെ അകത്ത് ഉറയ്ക്കണം, ഉറപ്പിക്കണം നമ്മൾ. എന്നിട്ടേ പറയാവൂ. പറഞ്ഞാൽ നടക്കും. നിങ്ങൾക്കറിയാം, നിങ്ങൾ കാണുന്നതാണ്. നിങ്ങൾ കാണുന്ന കൃപാപരമുള്ള നിങ്ങളുടെ ഗുരുക്കന്മാരിൽ നിങ്ങൾ കാണുന്നതാണ് നിങ്ങളുടെ ഗുരുക്കന്മാർ ചെയ്യുന്നത്. ലൈവായി ചെയ്യുന്നത് നിങ്ങൾ കാണുന്നതാ. എങ്ങനെ ചെയ്യുന്നത്?
ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ പേരിൽ പറഞ്ഞാൽ സംഭവിക്കാം. ആമേൻ. ഹല്ലേലൂയ. ഈ താക്കോല് ദൈവദാസന്മാരെ ദാസിമാരെ നിങ്ങളുടെ അകത്ത് വേണം, അകത്ത് വേണം. അതിന് യേശു ശിഷ്യന്മാരോട് പറയുവാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, എന്താണ് പറഞ്ഞ? അത്തിവൃക്ഷത്തെ ശപിക്കുന്നത് കണ്ട് പിറ്റേന്ന് വന്നപ്പോൾ അത്തിവൃക്ഷം ഉണങ്ങി നിൽക്കുക. നമ്മൾ മത്തായിയുടെ സുവിശേഷം 21 വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് യേശു അവരെ അതിശയിച്ചു. അയ്യോ, പറഞ്ഞത് അതുപോലെ സംഭവിച്ചു. അതിന് യേശു അവരോട് പറയുന്നത്, ഇതിവിടെയാണ് നിങ്ങളുടെ, ഇത് പോക്കറ്റ് വെച്ചേക്കണം. രോഗശാന്തി ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നവരെല്ലാം ഇത് പോക്കറ്റ് വെച്ചോ. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ, സംശയിക്കരുത്. ഒരു മുഴ കണ്ടിട്ട് പേടിച്ചിട്ട് യോ ഇത് ഞാൻ പറഞ്ഞാൽ മാറത്തില്ല, അങ്ങനെയല്ല, ഞാൻ പറഞ്ഞാൽ മാറും. ഈ രാത്രി ഏറ്റെടുത്തോ, ഈ രാത്രിയിൽ നിങ്ങളത് സ്വീകരിക്കുക. എങ്ങനെ കാല് നീണ്ടുവരുന്നു? ഞാൻ പറഞ്ഞാൽ നീണ്ടു വരും, വിശ്വസിച്ചോ. എങ്ങനെ കണ്ണിന് കാഴ്ച കിട്ടുന്നു? ഞാൻ പറഞ്ഞാൽ കണ്ണിന് കാഴ്ച കിട്ടും, വിശ്വസിച്ചോ. വിശ്വസിച്ചു. യേശു എന്റെ കൂടെ നിൽക്കും, വിശ്വസിച്ചോ. അതുകൊണ്ട് സംഭവിക്കുകയാണ്. അതുകൊണ്ട് യേശു ദൈവവേല ചെയ്യുന്നവരോട് പറയുകയാണ്, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരാകിയാൽ ഈ അത്തിമരത്തോട് ചെയ്തത് നിങ്ങളും ചെയ്യാം. എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. യേശു പറയാം, ഞാൻ സത്യമായും പറയുന്നു. ഇതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. സ്വർഗത്തിൽ വലിയവരോ ചെറിയവരല്ല, നീതി പ്രവൃത്തിയാണ്. നീതി പ്രവൃത്തി ചെയ്യുന്നവൻ ഇത് സ്വീകരിക്കണം. നമ്മൾ നേരത്തെ മുതൽ കേട്ട ക്ലാസുകൾ ശ്രദ്ധിക്കുക, സ്വീകരിക്കണം. ഇത് സ്വീകരിച്ചിട്ട് ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. വിശ്വസിച്ച് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും ലഭിക്കും. ശ്രദ്ധിക്കണേ, വിശ്വസിച്ച് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് യേശു എല്ലാ ദൈവദാസന്മാരെയും ദൈവവേല ചെയ്യുന്നവരെ നോക്കി പറയുക, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് മീൻ ചോദിച്ചാൽ പാമ്പിനെ നൽകുമോ? നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ തേളിനെ നൽകുമോ? സ്വർഗസ്വനായ പിതാവ് വിശ്വാസത്തോടുകൂടി നീ ചോദിക്കുന്നത് ദൈവവേലക്കാരാ, കേൾക്കുന്നുണ്ടോ? നീ ചോദിക്കുന്നത് എത്രയോ അധികമായി നിനക്ക് നൽകുകയില്ലേ? ഇനിയെങ്കിലും വിശ്വാസം വന്നോ? ഇനിയെങ്കിലും വിശ്വാസം വന്നോ? ഈ കരുത്തിന്റെ പ്രവർത്തനം 2024 തുടങ്ങാൻ പോകുക. കരുത്തി നോക്കി പറയുക, 24 എന്റെ പ്രവർത്തി നടക്കുക. ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് പ്രവർത്തി നടക്കട്ടെ. അത്ഭുതമായ ദൈവത്തിന്റെ നീതി ദൈവമക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ഓ, ഈ മീറ്റിംഗിൽ ഒരു തീ അവിടെ നയിക്കണമേ. ദൈവപിതാവിന്റെ തീ ഇറങ്ങട്ടെ. വിശ്വാസത്തോടെ ഞങ്ങൾ ചോദിക്കുന്നു, ചോദിക്കുന്നു, തീ വ്യാപരിക്കട്ടെ. വിശ്വാസത്തോടെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, ആവശ്യപ്പെടുകയാണ്. ഞങ്ങളുടെ മേൽ അയക്കണം. 24 ഞങ്ങൾക്ക് പ്രവർത്തിക്കണം, ഞങ്ങൾക്ക് പ്രവർത്തിക്കണം. മരിക്കേണ്ടി വന്നാലോ പ്രവർത്തിക്കാൻ സമയമായിരിക്കുന്നു, പ്രവർത്തിക്കാൻ സമയമായിരിക്കുന്നു, പ്രവർത്തിക്കാൻ സമയമായിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനോട് വിശ്വാസത്തിൽ ചോദിക്കുക. ആദ്യം നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുക, അത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുക. വിശ്വാസത്തിന്റെ പ്രവൃത്തി നടക്കാൻ ആദ്യം നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുക.
അപ്പോഴാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ സ്വീകരിക്കുക ആദ്യം. ഇത്ര നേരം യേശുവാണ് നിങ്ങൾക്ക് ഉപദേശം നൽകിയത്. യേശുവിന്റെ ഉപദേശത്തിലൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്തത്. അതൊരു തീയ, അതിൻ്റെ അകത്ത് ദൈവശക്തി ഉണ്ടെന്ന് ഓർത്തുകൊള്ളുക. എല്ലാവരും വരിക. കൈകൾ കോർത്ത് പിടിച്ച് എല്ലാവരും ഇവിടെ കൈകൾ കോർത്ത് പിടിച്ച് എല്ലാവരെയും അവരെ ബ്ലെസ് ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ തീ, അഭിഷേകത്തിന്റെ തീ, 2024 കത്തിക്കുവാൻ പ്രവചനമിറങ്ങട്ടെ, ദർശനമിറങ്ങട്ടെ, പ്രവചനമിറങ്ങട്ടെ, ദർശനമിറങ്ങട്ടെ, വെളിപാടുകൾ ഇറങ്ങട്ടെ, വെളിപാട് ഇറങ്ങട്ടെ. അനോയിന്റ് ചെയ്തു, ജനങ്ങളെ അനോയിന്റ് ചെയ്തു, ജനങ്ങളെ അഭിഷേകം ചെയ്ത്, ജനങ്ങളുടെ മേൽ അഭിഷേകം ഇറങ്ങട്ടെ. രോഗശാന്തിയുടെ അഭിഷേകം, പ്രവചന അഭിഷേകം, കോർഡിനേറ്റ്സ്, ലീഡേഴ്സ്, സാരോപദേശകരുടെ മേൽ വ്യാപരിക്കട്ടെ. Mighty God power, mighty God power, mighty God power, mighty God power. Oh, ശക്തി വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. Oh, ശക്തി ജനങ്ങളുടെ മേൽ, ദൈവദാസന്മാരുടെ മേൽ വ്യാപരിക്കട്ടെ. ദർശനങ്ങൾ, പ്രവചനങ്ങൾ വ്യാപരിക്കട്ടെ. പ്രവസി നടക്കട്ടെ. യേശു നിങ്ങളെ ധ്യാനിപ്പിച്ചത് നിങ്ങളുടെ ശരീരത്തിന്റെ അകത്ത് അതൊരു ഫയറാകട്ടെ. യേശുവേ, the Holy Spirit, hallelujah.
എല്ലാവിധ കെട്ടുകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്നാൽ God will free you from every bondages and sins. എല്ലാവിധ കെട്ടുകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്നിട്ടുള്ളവർ ദൈവത്തെ സ്തുതിക്കാം. All who have got freedom from bondages and sins, praise the Lord. അങ്ങനെ ദൈവം നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദൂത് ദൈവം എന്ന് പറയാനുണ്ട്. If God has brought you like that, pray, God has given you revelation. ദൈവം നിങ്ങൾക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. God is willing to give you a message. എല്ലാ കുടുംബങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിന്നെ ഈ രാത്രിയിൽ എഴുന്നേൽപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. God has brought you to make you separate from all other families. അബ്രാമിനോട് ദൈവം അങ്ങനെ ഇടപെട്ടത് ഈ രാത്രിയിൽ നിങ്ങൾ ഓർക്കുക. Remember Abraham. അബ്രാമിനോട് ഇടപെട്ട അതേ രീതിയിൽ തന്നെ ദൈവം നിന്നോട് ഇടപെടാൻ The way പോകുകയാണ്. Lord became with Abraham, he will be with you too. അബ്രാമിനോട് ഇടപെട്ട അതേ പവറിൽ ദൈവം നിങ്ങളോട് ഇടപെടാൻ God പോകുകയാണ്. will deal with you with the same power he had dealt with Abraham. നിങ്ങളത് റിസീവ് ചെയ്ത് പ്രയർ ചെയ്യുക. Receive in the name of Jesus. അബ്രാമിനോട് ദൈവം പറഞ്ഞു, Lord said to Abraham, ഇതാ എല്ലാ ഭൂമിയിലെ എല്ലാ മക്കളും നീ മൂലം അനുഗ്രഹം പ്രാപിക്കാം. everybody in this world will gain blessing from your name. അതുകൊണ്ട് അബ്രാമിനോട് പറയുവാണ്, അബ്രാമിനോട് പറയാണ്, നമ്മൾ ചെയ്യാൻ പോകുന്ന, അതായത് സോദോം ഗോമോരയെ നശിപ്പിക്കാൻ പോകുന്ന കാര്യം അബ്രാമിൽ നിന്ന് മറച്ചു വെക്കാൻ പാടില്ല. So the destruction of Sodom and Gomorrah wasn't hidden from Abraham. ഉൽപ്പത്തിയുടെ പുസ്തകം 18:18 ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുള്ളത്. നിങ്ങളത് റീഡ് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. The book of Genesis chapter 18 verses 18. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. നമുക്ക് ഹല്ലേലൂയ, Let's praise ഹല്ലേലൂയ, ശബ്ദമുയർത്തി ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. യേശുവേ ആരാധന, യേശുവേ ആരാധന. Hallelujah. അതിൽ ഈ പ്രയർ പറയുന്നത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ പറയുകയാണ്, അബ്രഹാം മഹത്വവും ശക്തവുമായ ഒരു ജനതയായി തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്നും മറച്ചു വെക്കണമോ? ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. അബ്രാം മൂലം ഭൂമി മുഴുവൻ അനുഗ്രഹിക്കപ്പെടാൻ പോകുമ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം മറച്ചു വെക്കണോ? That is going to be done on this world. Should I hide it from Abraham? ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം മറച്ചു വെക്കണോ? Should I hide it from Abraham? നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വാർഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൽ എന്തെങ്കിലും ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിച്ചിരിക്കും. If God has planned something to do in your prayer group, he will tell it to you. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ സംസാരിക്കാൻ പ്ലാൻ ചെയ്യുന്നത്? Why did God want to tell that to you? നീ എല്ലാ അന്യ ആരാധനയിൽ നിന്നും മാറി ദൈവത്തെ ആരാധിക്കുന്നതിനാണ്. Because you stayed away from all pagan worship. ഇവിടെ എന്തുകൊണ്ട് സുവിശേഷകർ എഴുന്നേൽക്കുന്നു? ഇവിടെ എന്തുകൊണ്ടാണ് സുവിശേഷകർക്ക് പ്രവചനം കിട്ടുന്നത്? അന്യാരാധനയിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റത് കാരണമാണ്. Why do prophets rise from here to make you away from pagan worship? ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങളോട് പറയുവാണ്, എന്നെ മാത്രം ആരാധിക്കാമെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ദൈവം നിങ്ങൾക്ക് തരും. Tonight Lord is asking you to praise him so that he'll give you more than he is. രഹസ്യങ്ങൾ എല്ലാം നിങ്ങളുമായി പങ്കുവെക്കാം. He will
He will deliver you with secrets of heaven. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവത്തെ സ്തുതിക്കാം. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ പരിശുദ്ധാത്മാവിന്റെ പവർ ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാ ശക്തി ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ വരദാനം ഇറങ്ങട്ടെ. നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, പ്രാർത്ഥിക്കുന്നു. ഈജിപ്തുകാരിയായ ഹഗാറിനെ ഹഗാറായ ദാസിയെ അബ്രാം പ്രാപിച്ചു കഴിഞ്ഞു. അതിലൊരു മകനുണ്ടായി അബ്രാമിന്. നോക്കിക്കോണം, ദൈവം വിളിച്ചതാണ് അബ്രാമിനെ. ദൈവം വിളിച്ച അബ്രാമിന് ദാസിയിൽ നിന്ന് ഒരു മകൻ ജനിച്ചു. ആ മകൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? സാറായുടെ കുഞ്ഞിൻ്റെ കൂടെ, അബ്രാമിൻ്റെ ഭാര്യയായ സാറായുടെ കുഞ്ഞിൻ്റെ കൂടെ കളിക്കുന്നതായി, അവർ തമ്മിൽ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതായി കണ്ടപ്പോൾ അവൾ അബ്രാമിനോട് പറഞ്ഞു, സാറ പറഞ്ഞു, ആ അടിമപ്പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക എന്ന് പറഞ്ഞു. ഇസാക്കിനോടൊപ്പം അവകാശിയാവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പ്രശ്നമുണ്ടാക്കി. അങ്ങനെ അബ്രാം വളരെ മനോവേദനയോടെ, വളരെ വിഷമത്തോടു കൂടി അബ്രാം തൻ്റെ കുഞ്ഞിനെ ഇറക്കി വിടാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ നിർബന്ധിതനായി അബ്രാമൻ അങ്ങനെ ഇറക്കി വിടാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ദൈവം അബ്രാമിനോട് വന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിലിങ്ങനെ പറയുന്നത്, കുട്ടിയെക്കുറിച്ചും നിൻ്റെ അടിമ പെണ്ണിനെക്കുറിച്ചും നീ ക്ലേശിക്കണ്ട. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ, കുടുംബത്തിൽ നമുക്ക് ദുഃഖങ്ങളും ക്ലേശങ്ങളും ഉണ്ടായതിൻ്റെ പേരിൽ, ഹല്ലേലൂയ, നീ ദുഃഖിക്കണ്ട. അതെല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. നീ കൈമലത്തുന്നിടത്ത്, നിനക്കൊന്നും ചെയ്യാൻ പറ്റാത്തടത്ത് ഞാൻ പ്രവർത്തിച്ചോളാം. ഞാൻ നിനക്ക് വേണ്ടി വർക്ക് ചെയ്തോളാം. അതുകൊണ്ട് അടിമ പെണ്ണിനെ ഓർത്ത് നീ ഭാരപ്പെടണ്ട, കുഞ്ഞിനെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. അതിന് രണ്ടാമത് ദൈവം പറയുന്ന വാക്യമാണ്. എന്താണ് പറയുന്നതെന്നറിയോ? നിന്റെ സന്തതികൾ ഇസഹാക്കിലൂടെയാണ് അറിയപ്പെടുക. അത് കാരണം ഇങ്ങനെ സംഭവിക്കുന്നതാ. ഈ കഷ്ടത സംഭവിക്കുന്നതിൻ്റെ കാരണം നിന്റെ സന്തതികൾ ഇസ്ഹാക്ക് വഴിയാണ് അറിയപ്പെടുന്നത്. അത് സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതിലൊരു നന്മ കാണുക, അതിലൊരു നന്മ കാണാൻ നീ ശ്രമിക്കുക. ഞാൻ നോക്കിക്കോളാം ആ കുഞ്ഞിൻ്റെ കാര്യം. ഇത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. അപ്പോയിൻമെന്റ് ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, നിങ്ങൾക്കെതിരെ കുടുംബത്തിൽ ചില സഹനങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നീ ഓർത്തുകൊള്ളുക, ദൈവം മാനേജ് ചെയ്യും. ഇത് രാത്രി അത് സ്വീകരിക്കുക, ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുക. ദൈവം മാനേജ് ചെയ്യാം. ദൈവം അത് ക്ലിയർ കട്ടായി, ദൈവം അത് നോക്കിക്കൊള്ളുമെന്ന് ദൈവം വാഗ്ദാനം തരികയാണ്. അതുകൊണ്ട് പറയാണ്, അടിമപ്പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും, അവനും നിന്റെ മകനാണല്ലോ. കണ്ടോ, മനസ്സിലായോ? അന്യാരാധനയിൽ നിന്ന് ദൈവവിളിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, സ്തോത്ര, കുടുംബത്തിൽ നിന്ന് പുറത്താകേണ്ടി വന്നാലും ശരി, വീട്ടിൽ നിൽക്കുന്നവനും വീട്ടിൽ വസിക്കുന്നവരും എല്ലാവരും അനുഗ്രഹം പ്രാപിക്കുക. എല്ലാവർക്കും ഉയർച്ചയാ. ചിലപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് പോലും ഉയർച്ച ഉണ്ടാവും. അതാണ് കർത്താവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്. സ്തോത്ര, ഹല്ലേലൂയ. നമ്മൾ എന്ന് കടക്കുന്നിടമെല്ലാം ഉയരും, നമ്മൾ എന്ന് ഇരിക്കുന്നിടം മൊത്തം ഉയരും. ഉയർച്ചയുടെ ഒരു ആത്മാവ്, സ്തോത്ര, ഹല്ലേലൂയ, നമ്മുടെ ശരീരത്തിന്റെ കൂടെ യാത്ര ചെയ്യുക. അതാണ് ദൈവം ഇന്ന് രാത്രി നമ്മളോട് പറയുന്നതാണ്. ഈ 2024 നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഉയർച്ചയുടെ ആത്മാവ് നിന്റെ അകത്തുണ്ടെങ്കിൽ നീ ചെല്ലുന്നിടം അനുഗ്രഹം പ്രാപിക്കാം. അബ്രാമിന്റെ കൂടെ നിന്റെ മകനാണല്ലോ, അവനെ ഞാൻ അനുഗ്രഹിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അതുകൊണ്ട് ദൈവം അബ്രാമിനോട് ഈ വാഗ്ദാനം ചെയ്തിട്ട് അത് പ്രവർത്തിക്കാതിരിക്കുന്നവനല്ല ദൈവം. നിങ്ങൾക്കൊരു ദൈവദാസ, ഇപ്പോൾ ഈ ദൈവദാസന്മാർ നിങ്ങൾക്കെല്ലാം ദൂത് നൽകി. പക്ഷെ ആ ദൂത് നിങ്ങളിൽ പ്രവർത്തിക്കാൻ ദൈവം തയ്യാറായി കഴിഞ്ഞിരിക്കുക. അത് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഇവരിലൂടെ ദൈവം സംസാരിച്ച ദൂത് തീർച്ചയായും നിങ്ങളിൽ പ്രവർത്തിക്കും. ദൈവം പറഞ്ഞാൽ പ്രവർത്തിക്കും. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ദൈവം പറഞ്ഞാൽ പ്രവർത്തിക്കും. ദൈവം നിന്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് പ്രവർത്തിച്ചിരിക്കും. ദൈവം നിന്റെ കുടുംബത്തിൽ ആശ്വാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്വാസം നൽകും, അതിനുവേണ്ടി പ്രവർത്തിക്കും.
ഹല്ലേലൂയ. ഒരു ദേശത്ത് നീ ചെന്നപ്പോൾ നിനക്ക് തോന്നുകയാണ് ഇവിടെ ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിനക്ക് തോന്നി. നീ ദൈവത്തിൻ്റെ അവിടെ നിന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കി നീ പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രൂപ്പ് താ. വർഷം കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്നെ പ്രസംഗിക്കാൻ കൊണ്ടുപോകും. ദൈവം പ്രവർത്തിക്കുന്നവനാണ്. അതിനാണ് കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് എന്താ പറഞ്ഞത്? ഹഗാറിനോട് പറയാ, നീ വിഷമിക്കണ്ടേ, ഭയപ്പെടുകയൊന്നും വേണ്ട. കുട്ടിയുടെ കരച്ചിലൊക്കെ ഇപ്പോൾ ദൈവത്തിൻ്റെ ചെവിയിൽ എത്തിയിട്ടുണ്ട്. ദൈവം ഇപ്പോൾ ഇറങ്ങി വരും. ഉടനെ പറയുവാണ്, കുട്ടിയെ എടുത്ത് കയ്യിലൊക്കെ ഇങ്ങ് എടുത്തോ, അവനെ വലിയൊരു ജനതയാക്കി ഞാൻ അനുഗ്രഹിച്ചോളാം. നീ അത് അബ്രാമിന് കൊടുത്തതാണ്, ഞാനത് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പറഞ്ഞാൽ ചെയ്യും. അതാണ് ഉൽപ്പത്തി 21:17 പറയുന്നത്. പറഞ്ഞാൽ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവൾ ഒരു കിണർ കണ്ടു. അവിടെ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണർ ദൈവം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ദാണ്ട അവിടെ നീ പാളയൊക്കെ കെട്ടി കിണറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കൊച്ചിന് കൊടുക്കാൻ പറഞ്ഞു. കൊച്ച് ജീവിക്കും. ഇവിടെ തന്നെ നിൻ്റെ സമൂഹം ഇവിടെ വളരാൻ പോവുകയാണ്. അവളങ്ങനെ ഈ കർത്താവിനെ എൽറോയ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പേരിലാണ് വിളിച്ചത്. എൽറോയ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പേരിലാണ് അവൾ വിളിച്ചത് കർത്താവിനെ. ഹല്ലേലൂയ. അവൾ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു. അവൻ്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തിരഞ്ഞെടുത്തു കൊടുത്തു. അങ്ങനെ ഈ ഇസ്മായിൽ നിന്ന് സന്തതി പരമ്പര ഉണ്ടാവാൻ തുടങ്ങി. നോക്കിയേ, ഇസ്മായിലിനെ ഇസ്ഹാക്കിനെ അനുഗ്രഹിക്കാൻ കാരണം അബ്രാമാണ്. അബ്രാം കാരണമാണ് അവർ രണ്ടുപേരും അനുഗ്രഹം പ്രാപിച്ചത്. അബ്രാം കാരണമാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുവാൻ, നിങ്ങൾ ഇറങ്ങി തിരിച്ചത് വെറുതെ അല്ല. നിങ്ങൾ നിമിത്തം തലമുറ അനുഗ്രഹം പ്രാപിക്കും. നിങ്ങൾ അത് ഏറ്റെടുത്തൊന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ, ഏറ്റെടുത്ത് സ്തുതിച്ചേ. യൗവനക്കാർ ഏറ്റെടുത്ത് സ്തുതിച്ചേ. ഞാൻ യൗവനത്തിൽ ഇറങ്ങിയത് വെറുതെ അല്ല. അനുഗ്രഹം എൻ്റെ കുടുംബത്തിൽ ഉണ്ടാവും. എൻ്റെ കുടുംബത്തിൽ സുവിശേഷകർ ഉണ്ടാവും. എൻ്റെ കുടുംബത്തിൽ സുവിശേഷകർ ജനിക്കും. എൻ്റെ കുടുംബത്തിലെ സുവിശേഷ വേല അവസാനിക്കുന്നില്ല, അത് മുന്നോട്ട് പോകും. എന്തുകൊണ്ടാണ് സാറ ഇങ്ങനെ ആയിത്തീർന്നത്? എന്തുകൊണ്ട് ഇത്ര ക്രൂര സ്വഭാവം സാറയ്ക്ക് എന്തുകൊണ്ട് വന്നു? ഇത്രയും അബ്രാമിൻ്റെ കൂടെ ദൈവമഹത്വം കണ്ടവൾ ഇങ്ങനെ ആയിത്തീരുമോ? ദൈവം കൊടുത്തിട്ടല്ലേ അവൾക്ക് കുഞ്ഞ് ജനിച്ചത്. അതും അബ്രാമിൻ്റെ 100 വയസ്സുള്ളപ്പോഴല്ലേ കുഞ്ഞ് ജനിച്ചത്. ഇത്രയും വലിയ അത്ഭുതം നടന്നിട്ട് ഇവൾ ഇങ്ങനെ ക്രൂരതയായത് എന്തുകൊണ്ട്? അതിനൊരു കാരണം ഇന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരിക. സാറ ഇങ്ങനെ ആകാൻ കാരണം എന്ന് പറയുന്നത്, അബ്രാം ദാസിയെ പ്രാപിക്കുകയും ഈ ദാസി ഗർഭം ധരിക്കുകയും ചെയ്തു. താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആ ദാസി എന്ത് ചെയ്തു? അബ്രാമിൻ്റെ ഭാര്യ സാറയെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവൾ നിന്നയോടെ അബ്രാമിൻ്റെ ഭാര്യയായ സാറയോട് ഇടപെട്ടു. അങ്ങനെ സാറ ഇരുന്ന് കരയുകയും നിലവിളിക്കുകയും ചെയ്തു. ഒരു ദിവസം സാറ സങ്കടം സഹിക്കാൻ വയ്യാതെ അബ്രാമിനോട് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിമിത്തം അവൾ ഗർഭിണിയായി, അവളിപ്പോൾ എന്നെ നിന്ദിക്കുവാണ്, എന്നെ പീഡിപ്പിക്കുന്നു, എപ്പോഴും എനിക്ക് പ്രശ്നം ഉണ്ടാക്കി തരികയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അബ്രാം പറഞ്ഞു, ന്യായപ്രമാണം അനുസരിച്ച്, നിയമം അനുസരിച്ച് നിന്റെ ദാസിയാണ്, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അങ്ങനെ ദാസി യജമാനത്തി തമ്മിൽ പൊരിഞ്ഞ കലഹമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യജമാനത്തി ഗർഭിണിയാവുന്നു, കുഞ്ഞിൻ ജനിക്കുന്നു. അപ്പോൾ ദാസി അവളെ കുഞ്ഞുങ്ങളില്ല എന്ന പേരിൽ അവളെ അധിക്ഷേപിക്കുമ്പോൾ, അവൾക്കെതിരെ പിറുവിറുക്കുമ്പോൾ, അവൾ സമൂഹത്തിൻ്റെ മധ്യയിൽ തലകുനിക്കുമ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് ദൈവം ഇരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൾക്ക് ദൈവം കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നോടെ ഇങ്ങനെ ചെയ്തു, തന്നോടെ ഇങ്ങനെ പെരുമാറി. നാളെ തൻ്റെ മകനെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയോ തൻ്റെ മകൻ്റെ അവകാശം അവൾ നേടിയെടുക്കുകയോ ചെയ്താൽ എന്ത് ചെയ്യാം? കാരണം പ്രവചനം മുഴുവൻ ഇവനിൽ കടക്കുകയാണല്ലോ. അങ്ങനെയാണ് പുറത്താക്കണം എന്നൊരു നിർബന്ധം അവൾ പിടിച്ചത്. അത് കാരണമാണ്. യേശുവേ ആരാധന. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഇതെല്ലാം നന്മയ്ക്കായി മാറി. കാരണം ഇസ്ഹാക്കിലൂടെ യാക്കോബ് ഉണ്ടാകണം. ഹല്ലേലൂയ. ഇസ്ഹാക്കിലൂടെ യാക്കോബ് ഉണ്ടാകണം. ഒരു യാക്കോബ് ജനിക്കാനുണ്ട്, 12 ഗോത്രങ്ങൾ ജനിക്കാനുണ്ട്. ദൈവം ഇത് മുന്നിൽ കണ്ടു. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ചിന്ന ഭിന്നതയുണ്ട്, അയ്യോ എൻ്റെ ആത്മീയതയ്ക്ക് ഇതൊരു തടസ്സമാണല്ലോ, എനിക്കിതൊരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ രാത്രിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവം മാനേജ് ചെയ്യും. ദൈവം ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
ദൈവം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്താൽ നിങ്ങളുടെ കുടുംബത്തെ നോക്കുന്നവനാ ദൈവം. ദൈവം തെരഞ്ഞെടുത്താൽ കുടുംബത്തിലെ കണ്ണുനീര് കാണുന്നവനാ ദൈവം. ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൽ നീ എവിടൊക്കെ തലകുനിച്ചിട്ടുണ്ടോ അവിടെ ഇറങ്ങി വരുന്നവനാ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2024 പ്രഭാതത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവ പ്രവൃത്തിയെ കുറിച്ചാണ്. ദൈവം നിന്നിൽ പ്രവർത്തിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. സ്വീകരിക്കുക, ദൈവത്തെ കരഘോഷത്തോടെ സ്വീകരിക്കുക. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ ചിന്തിക്കുവാണെങ്കിൽ, എനിക്കും ദൈവവേല ചെയ്യണം, എനിക്കും കർത്താവിൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കണം, എനിക്കും ആത്മാവിൽ നിറയണം. അങ്ങനെ ചിന്തിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ടോ? അവരൊന്ന് ഹല്ലേലൂയ പറയാം. എനിക്കും കർത്താവിൻ്റെ കൂടെ ഇറങ്ങണമെന്ന് ചിന്തിക്കുന്നവരുണ്ടോ? മദ്യപാനവും മയക്കുമരുന്ന് നിർത്തിയവർ സുവിശേഷകരായത് നാളെ നിങ്ങൾ കണ്ടതാ. നേരത്തെ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞെങ്കിൽ നിങ്ങൾക്കും പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവ് പറയാണ്, നിങ്ങളെ തിരഞ്ഞെടുക്കണമെങ്കിൽ നിങ്ങൾ ഈ ശ്രദ്ധിക്കുക. കഴിവുണ്ടായിരിക്കണം, ദൈവഭയം ഉണ്ടായിരിക്കണം. കഴിവുണ്ടായിരിക്കണം, ദൈവഭയം ഉണ്ടാകും. മൂന്നാമത് പണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? സത്യസന്ധരായിരിക്കണം, കൈക്കൂലി വാങ്ങാത്തവരായിരിക്കണം. എന്ന് വെച്ചാൽ അനാവശ്യമായ പണം ഉണ്ടാക്കുന്നവരായിരിക്കരുത്. ഈ മൈൻഡുള്ളവനെ ദൈവം കൃപാവരം നൽകത്തുള്ളൂ. ഏതൊക്കെയാണ്? കഴിവുണ്ടായിരിക്കണം, ദൈവഭയം ഉണ്ടായിരിക്കണം, സത്യസന്ധരായിരിക്കണം, കൈക്കൂലി വെറുക്കുന്നവനായിരിക്കണം. പുറപ്പാട് 18:21 ഒന്ന് വായിച്ചു നോക്കിയേ. കഴിവും ദൈവഭയമുള്ളവരും സത്യസന്ധരും കൈക്കൂലി വെറുക്കുന്നവരുമായ ആളുകളെ ജനത്തിൽ നിന്നും തെരഞ്ഞെടുത്ത് അവരെ 1000, 100, 50, 10 വീതമുള്ള ഗണങ്ങളുടെ അധിപന്മാരായി നിയമിക്കുക. ആമേൻ. അവർ എല്ലായ്പ്പോഴും ജനങ്ങളുടെ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കട്ടെ. അവരെയൊക്കെ ജ്ഞാനത്താൽ നിറയ്ക്കാൻ പോവുക ദൈവം. അപ്പോൾ ഒരു ജനത്തിൻ്റെ ലീഡർ ആകണമെങ്കിൽ ഈ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഒരു മിനിസ്ട്രിയുടെ ലീഡർ ആകണമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് കർത്താവ് മോശയോട് പറഞ്ഞു, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് ജനങ്ങൾ കാണണം. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഇവിടെ കേട്ടോളുക. ഞാൻ മോശയുടെ കാര്യം പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കർത്താവ് മോശയോട് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു എന്ന് ജനം കാണുകയെ ഞാൻ എന്തു ചെയ്യും? നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കുന്നതിനും അവർ നിന്നെ വിശ്വസിക്കുന്നതിനും വേണ്ടി ഇതാ ഞാൻ കനത്ത മേഘത്തിൽ നിന്റെ അടുക്കിലേക്ക് വരുന്നു. ഞാൻ കനത്ത മേഘത്തിൽ നിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനമെല്ലാം നേരത്തെ നീ പറയണം, അങ്ങനെയാണ് ഞാൻ വരുന്നതെന്ന് പറയണം. അപ്പോൾ ആ ജനം കാണുമ്പോൾ ഞാൻ നേരിട്ട് വന്ന് നിന്നോട് സംസാരിക്കുന്നത് ഇവർ ലൈവായി കാണും. അങ്ങനെ യാഹ്വേയായ ഞാൻ നിന്നോട് സംസാരിക്കുന്നവനാണെന്ന് ജനം തിരിച്ചറിയട്ടെ. ഞാൻ ഈ വചനം വായിക്കുമ്പോൾ എൻ്റെ അകത്തേക്ക് വരുന്നത്, ഒരു പ്രവാചകനെ ദൈവം വിളിച്ച് വേർതിരിച്ചാൽ അയാളെ സമൂഹം മധ്യേ ഉയർത്താൻ, അയാൾ ദൈവത്തിൻ്റെ പ്രവാചകനാണെന്ന് സ്ഥാപിക്കാൻ ദൈവം തന്നെ പ്രവർത്തിക്കുക. കേട്ടോ, ദൈവം തന്നെ പ്രവർത്തിക്കുവാണ്. നിങ്ങളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ ദാസനാണ് എന്നത് ദൈവമാണ് തെളിയിക്കേണ്ടത്, നിങ്ങളല്ല. നിങ്ങൾക്ക് അടയാളം ദൈവം തരും. ദൈവമാണ് പ്രവർത്തിക്കുന്നത്, ദൈവമാണ് നിങ്ങളെ വളർത്തുന്നത്. ഇത് നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾ ദൈവം തൻ്റെ അടയാളങ്ങളിലൂടെ ഇറങ്ങി വരിക. ദൈവം 4 പേര് കാണത്തക്ക രീതിയിൽ നിന്നോട് ഇടപെടുന്നത് അറിയും. ഹല്ലേലൂയ. ഒന്ന് സ്തുതിക്കാം, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ശബ്ദം ഉയർത്തി കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ രാത്രിയിൽ ദൈവം നിങ്ങളെ തൊടും എന്ന് വിശ്വസിക്കുക.
ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവായ യേശു, എല്ലാവരും പറയുക, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങനെ സ്പർശിക്കണമേ, സ്പർശിക്കണമേ, അങ്ങനെ തൊടണമേ, തൊടണമേ. കർത്താവായ യേശുവേ, അങ്ങനെ തൊടണമേ, അങ്ങനെ സ്പർശിക്കണമേ, കർത്താവായ യേശുവേ, അങ്ങനെ തൊടണമേ, അങ്ങനെ സ്പർശിക്കണമേ. ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ സീനായി മലയിൽ ഇറങ്ങി വരും. ദൈവം ഇതാ മറ്റുള്ളവർ പറയുന്നത് ദൈവം ഭൂമിയിൽ തൊടത്തില്ല, ഭൂമി അഴുക്കാണ്, പാപം നിറഞ്ഞതാണ്, അതുകൊണ്ട് ദൈവം ഒരിക്കലും ഭൂമിയിൽ വരുത്തില്ല എന്ന് മറ്റുള്ളവരുടെ വിശ്വാസത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ദൈവം ഈ രാത്രി നിങ്ങളെ പഠിപ്പിക്കുവാണ്. ഞാൻ സീനായി മലയിൽ ഇറങ്ങി വരും. സീനായി മലയിൽ വന്ന് ഞാൻ തൊടും. യേശുവിന്റെ ജനനത്തിന്റെ മുമ്പുള്ള ഒരു നിഴലാത്. സ്തോത്ര. യാഗ്വേ സീനായി മല തൊട്ടിട്ടുണ്ടെങ്കിൽ യേശു അങ്ങനെ വരും. യേശു അങ്ങനെ വരും. യേശു സിയോൺ മലയിൽ വരും. യേശു സിയോൺ മലയിൽ വരും. യേശു സിയോൺ മലയിൽ വരും. യാഗ്വേ സീനായി മലയിൽ വരും. നിങ്ങൾ 3 ദിവസത്തേക്ക് ആരും അതിനെ തൊടരുത്. 3 ദിവസത്തേക്ക് മലയെ തൊടുന്നവൻ വധിക്കപ്പെടുക. ആരും തൊടരുത്. ഹല്ലേലൂയ. കാരണം ദൈവത്തിനായി ഒരുങ്ങിയിരിക്കുന്ന മലയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുവാൻ ഒരുങ്ങിയിരിക്കുന്ന മലയാണത്. അതുകൊണ്ട് ആരും അതിനെ തൊടരുത്. ഹല്ലേലൂയ. യേശു ഭൂമിയിൽ വരും. യേശു സിയോണിൽ വരും. സിയോൺ എന്ന് പറയുന്നത് ജെറുസലേമിലെ സിയോണിനെയാണ് കേട്ടോ. അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. സിയോൺ എന്ന് പറയുമ്പോൾ പല സിയോണുകൾ പലരും പല പേരിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതിലേക്ക് ചായരുത്. ജെറുസലേമിൽ സിയോൺ, സ്വർഗീയ സിയോണിൻ്റെ പ്രതീകാത്മകമായി ഒറ്റ സിയോണേ ഉള്ളൂ. അത് ജെറുസലേമിൽ മാത്രമേ ഉള്ളൂ. അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ആരൊക്കെ എവിടോട്ട് കൊണ്ടുപോയാലും നിങ്ങൾ അതിൻ്റെ പുറകെ പോകരുത്. ദുർവ്യാഖ്യാനം ചെയ്യാൻ ആർക്കും സാധിക്കും. അതിൻ്റെ പുറകെ പോകരുത്. ഒറ്റ സിയോണേ ഉള്ളൂ, ജെറുസലേമിലെ സിയോണേ ഉള്ളൂ. 500 സിയോണൊന്നും ദൈവം വെച്ചിട്ടില്ല എന്ന് ഓർക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് ദൈവം പറയുന്നത്. എന്താ പറയുന്നത്? പുറപ്പാട് 19, 11, 12 എല്ലാവരും ഒന്ന് വായിച്ചേ. പുറപ്പാട് 19 അധ്യായം 11, 12 വരെ, 11, 12 വരെയുള്ള വാക്യങ്ങൾ. 3-ാം ദിവസം അവർ തയ്യാറായിരിക്കണം. 3-ാം ദിവസം തയ്യാറായിരിക്കണം. എന്തെന്നാൽ 3 ദിവസം ജനം മുഴുവൻ കാണെ കർത്താവ് സീനായി മലയിൽ ഇറങ്ങി വരും. എത്ര ദിവസമാണ് വരുന്നത്? 3-ാം ദിവസം. മലയ്ക്ക് ചുറ്റും ജനങ്ങൾക്ക് അതിർത്തി കൽപ്പിച്ചുകൊണ്ട് പറയണം, മലയിൽ കയറുകയോ അതിന്റെ അതിരിൽ തൊടുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. മലയിൽ തൊടുന്നവൻ വധിക്കപ്പെടും. അവനെ ആരും സ്പർശിക്കരുത്. വധിക്കപ്പെടുന്നവനെ ആരും സ്പർശിക്കരുത്. കാരണം ദൈവത്തിന്റെ മലയിൽ ഈ കൽപ്പന ലംഘനം നടത്തി ചെന്ന് തൊട്ട് കഴിഞ്ഞാൽ അവൻ അവിശ്വാസി ആയതുകൊണ്ടാണ് തൊടാൻ പോകുന്നത്. അവൻ വധിക്കപ്പെട്ടു. അവനെ തൊടുന്നവനും വധിക്കപ്പെടും. അത്ര കരുതലോടുകൂടി അവർ കാത്തിരിക്കുമ്പോഴാണ് സീനായി മല, അല്ല വെറുതെ ഒന്നുമല്ല സീനായി മല വരുന്നത്. ഇതേ വാഗ്ദാനം നിങ്ങൾക്കും ഉണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങളുടെ മേൽ വരും. ഇതേ വാഗ്ദാനം. നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ യൂദയിലും ശമരിയയിലും നിങ്ങൾ എൻ്റെ സാക്ഷികളായി മാറും. പരിശുദ്ധാത്മാവെന്ന വാഗ്ദാനം നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവെന്ന വാഗ്ദാനം ഇറങ്ങി വരും. ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവെന്ന വാഗ്ദാനം ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ തൊടുവാൻ ആരെയും അനുവദിക്കത്തില്ല. നിന്നെ നശിപ്പിക്കുവാൻ ആരെയും അനുവദിക്കത്തില്ല. നിനക്ക് വേലി കെട്ടുന്നത് ദൈവമായിരിക്കുക. ദൈവദൂതന്മാർ നിനക്ക് ചുറ്റുമുണ്ട്. പരിശുദ്ധാത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവനെ നിന്റെ മേൽ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങട്ടെ. ഈ രാത്രിയിൽ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങട്ടെ. ഇത് യേശു വരുന്നതിന് മുന്നേ സീനായി മല ഒരുങ്ങിയതുപോലെ ഇതാ നിങ്ങളും ഒരുങ്ങണം കർത്താവിൻ്റെ മേൽ വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ 3 ദിവസത്തോളം ഇങ്ങനെ മാറി നിൽക്കണം ലോകത്തിൽ നിന്ന്. കർത്താവിൻ്റെ വരവ് നിങ്ങൾ പ്രതീക്ഷിക്കണം. നിങ്ങളുടെ മേൽ ഇറങ്ങണം. നിങ്ങൾ ഒരു അഗ്നി നാവായി മാറണം. അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എല്ലാ പ്രാവശ്യവും നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് ദൈവത്തെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. അപ്പോൾ നിങ്ങളെ നോക്കേണ്ടത് ദൈവത്തിൻ്റെ ജോലിയാണ്. അഹ്റോനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. 12 ഗോത്രത്തിലുള്ളവരും പറഞ്ഞു, ഞങ്ങൾക്ക് പൗരോഹിത്യ ശുശ്രൂഷ തരണം, ഞങ്ങളും പിന്നെ യാക്കോവിൻ്റെ സന്തതികൾ, അഹ്റോൻ മാത്രം പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കി. വിളിച്ച ദൈവത്തിനറിയാം വിളിച്ചവന് വേണ്ടി നിലനിൽക്കാൻ. അങ്ങനെ 12 ഗോത്രത്തിലും പറഞ്ഞ ഒരു കാര്യം ചെയ്തോ,
നിങ്ങൾ കൊണ്ട് കമ്പുകൾ വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് 12 കമ്പുകൾ വെക്കുന്നതും അഹരോൻ്റെ കമ്പുകൾ പൂക്കുന്നതും ആ കമ്പ് അഹരോൻ്റെ കർത്താവ് തിരഞ്ഞെടുത്തതാണെന്ന് കാണിക്കാൻ വേണ്ടി പെട്ടകത്തിൻ്റെ അകത്ത് സൂക്ഷിക്കാൻ മോശയോട് പറയുന്നതും ഒരു മനുഷ്യന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഇടപെടുന്ന ദൈവത്തെയാണ് ഈ രാത്രി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ വിശ്വസിച്ച് നിങ്ങൾ വീടുകളിൽ പോകാവൂ. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഇനി നിങ്ങൾ ഏകാഗിയല്ല, ദൈവം കൂടെയുണ്ട്. ഏകാഗനല്ല, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സദാസമയം വാദിക്കാൻ, സംസാരിക്കാൻ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രിയിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഞാൻ ബിബിൻ ബ്രദർ നിങ്ങളെ ആരാധിപ്പിക്കും. ശുശ്രൂഷകൾ മുന്നോട്ട് പോകട്ടെ. സ്തോത്രം.